കണ്ടിട്ടും കേട്ടിട്ടും പോകാം എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഷയം ഉപ്പിനെക്കുറിച്ചാണ്. നാരങ്ങ വെള്ളത്തിൽ ഉപ്പിടരുത്. അത് ശരീരത്തോട് ചെയ്യുന്ന വലിയ ദ്രോഹമാണ്. കാരണം അറിയാമോ? പുത്തനുടുപ്പുകൾ ആദ്യമായി അലക്കുമ്പോൾ ഉപ്പുവെള്ളത്തിൽ കുതിർത്തിയിട്ട ശേഷം അലക്കുക. എന്നാൽ കളർ ഇളകി പോകുകയില്ല. വസ്ത്രത്തിലുള്ള നിറങ്ങളെയും കറകളെയും ഇളകിപ്പോകാൻ അനുവദിക്കാതെ പിടിച്ചു നിർത്താനുള്ള കഴിവ് ഉപ്പിനുണ്ട്. ഇതുപോലെ ശരീരത്തിനകത്തെ മാലിന്യങ്ങളെല്ലാം പുറത്തു പോകാൻ ഉപ്പ് അനുവദിക്കില്ല. കൂടാതെ കടുപ്പമേറിയ ചെങ്കൽ പാറകളെപ്പോലും ഉപ്പ് ദ്രവിപ്പിക്കും. ശരീരത്തെയും തദൈവ. ഉപ്പ് ശരീരത്തിന് ആവശ്യമേ ഇല്ല. കഴിക്കുന്ന ഉപ്പ് അത്രയും ശരീരം പുറന്തള്ളുകയാണ്. വിയർപ്പിലൂടെയാണ് സാധാരണയായി കാണുന്നത്. വിയർപ്പിന് ഉപ്പുരസം അനുഭവപ്പെടുന്നത് ഉപ്പ് രോമകൂപങ്ങൾ വഴി വിയർപ്പിലൂടെ പുറന്തള്ളപ്പെടുന്നത് കൊണ്ടാണ്. വിയർപ്പുണങ്ങിയാൽ ചർമ്മത്തിൽ ഉപ്പ് തരികൾ കാണാം. ശരീരത്തിന് ആവശ്യമുണ്ടായിരുന്നെങ്കിൽ ഉപ്പ് ഇങ്ങനെ പുറന്തള്ളപ്പെടുമായിരുന്നോ? ഇതിന് പുറമെ മൂത്രം വഴിയും ഉപ്പ് നീക്കം ചെയ്യപ്പെടുന്നു. അതുകൊണ്ടാണ് മൂത്രത്തിന് ഉപ്പുരസം. ഒരാളുടെ ശരീരത്തിൽ ഉപ്പിൻ്റെ ഒരംശം കൂടുന്നതിനും കുറയുന്നതിനും അനുസരിച്ച് വിയർപ്പിൻ്റെയും മൂത്രത്തിൻ്റെയും ഉപ്പുരസത്തിന് ആനുപാതികമായ വ്യതിയാനം അനുഭവപ്പെടുന്നു. ഉപ്പ് ചെയ്യുന്ന ദോഷം എന്താണ്? വസ്ത്രങ്ങളിൽ എന്താണ് ചെയ്യുന്നതെന്ന് നാം കണ്ടുവല്ലോ. വസ്ത്രങ്ങളിലെ നിറങ്ങളെ ഇളകിപ്പോകാൻ അത് അനുവദിക്കുന്നില്ല. അതേ സ്വഭാവം ശരീരത്തിലും കാണിക്കും. അതായത് ശരീരത്തിൽ അള്ളിപ്പിടിച്ചു നിൽക്കുന്ന വിഷമാലിന്യങ്ങളും കറകളും ശരീരത്തിൽ നിന്ന് നീക്കം ചെയ്യപ്പെടാൻ ഉപ്പ് അനുവദിക്കില്ല. ഉപ്പ് ശരീരത്തിൽ നിലനിൽക്കുവോളം മാലിന്യങ്ങളും അവിടെ കെട്ടിക്കിടക്കും. ഉപ്പ് കഴിച്ചുകൊണ്ടിരിക്കെ രോഗം സുഖപ്പെടാൻ പ്രയാസമായിരിക്കുമെന്ന് ചുരുക്കം. അതിനാൽ ഉപ്പിൻ്റെ ഉപയോഗം നിയന്ത്രിച്ച ശേഷമേ ഏത് മരുന്നും ചികിത്സയും ഫലപ്പെടുകയുള്ളൂ. ഉപ്പിനേക്കാൾ കടുപ്പമുള്ള മരുന്നോ കഴിച്ച് രോഗം ഭേദപ്പെടുകയില്ല, രൂക്ഷമാവുകയാണ് ചെയ്യുക. പാമ്പ്, നീർക്കോലി, തേൾ തുടങ്ങിയ ജന്തുക്കൾ കടിച്ചാൽ ഉപ്പ് ചേർക്കാത്ത ഭക്ഷണം കഴിക്കാൻ നിർദ്ദേശിക്കപ്പെടുന്നതിൻ്റെ പിന്നിലെ രഹസ്യം ഇതുതന്നെയാണ്. വിഷം വേഗത്തിൽ ഇറങ്ങണമെങ്കിൽ ഉപ്പ് ശരീരത്തിൽ ചെല്ലാതിരിക്കണം. ഉപ്പ് ശരീരത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരുന്നാൽ അകത്ത് പ്രവേശിച്ച് വിഷം പുറന്തള്ളപ്പെടാൻ പ്രയാസമായിരിക്കും. ഉപ്പ് ശരീരത്തെ ഇനിയും വല്ലാതെ ദ്രോഹിക്കുന്നുണ്ട്. മറ്റൊരു ഉദാഹരണത്തിലൂടെ ഇത് വിശദീകരിക്കാം. പലചരക്ക് കടകളുടെ വരാന്തയിൽ ഉപ്പ് സൂക്ഷിച്ചു വെക്കുന്ന ഒരു മരപ്പത്തായം പരിചിതമാണല്ലോ. ഇത് നിലനിൽക്കുന്നിടത്ത് സിമൻറ്റ് തറയും കല്ലും ദ്രവിച്ചു പോകുന്നു. ഉപ്പിട്ടു വെക്കുന്ന പാത്രങ്ങളും അതെ. ഉപ്പിട്ട് വെച്ച് ചട്ടി പോലും എന്നൊരു ചൊല്ലുണ്ട് മലയാളത്തിലുണ്ടല്ലോ. പാറകൾ ദ്രവിച്ച് മണ്ണായി തീരാൻ വേണ്ടി തെങ്ങിൻ തടങ്ങളിലും മറ്റും ഉപ്പ് വിതറാറുണ്ട്. ഈ അനുഭവങ്ങളെല്ലാം മനുഷ്യൻ്റെ കണ്ണ് തുറപ്പിക്കേണ്ടതാണ്. ഉപ്പുതീറ്റി വഴി തൻ്റെ ശരീരവും എളുപ്പത്തിൽ ദ്രവിക്കുന്നു. ഒഴിച്ചുകൂടാൻ പറ്റാത്ത സന്ദർഭങ്ങളിൽ വളരെ മിതമായ തോതിൽ അത്യാവശ്യത്തിന് അല്പം ഉപ്പ് കറികളിലോ മറ്റോ ചേർക്കാമെന്നല്ലാതെ പച്ചയ്ക്ക് തിന്നാവുന്ന പച്ചക്കറികളിലും പഴങ്ങളിൽ പോലും ഉപ്പ് ചേർത്ത് കഴിക്കുന്നതും നാരങ്ങാ വെള്ളത്തിൽ ഉപ്പ് ചേർത്ത് കഴിക്കുന്നതും ശരിയല്ല. ദാഹിക്കുമ്പോൾ ഉപ്പിട്ട വെള്ളം കുടിച്ചാൽ അകത്തെത്തിയ ഉപ്പിനെ ശരീരത്തിൽ പുറന്തള്ളാൻ വേണ്ടി ശരീരത്തിലെ ജലാംശം വലിച്ചെടുക്കുന്നു. അതോടെ ദാഹം ഇരട്ടിയായി വർദ്ധിക്കുന്നു. എന്തൊരു മണ്ടത്തരമാണ് മനുഷ്യൻ ചെയ്തു കൂട്ടുന്നത്! മനുഷ്യനല്ലാതെ ഏതെങ്കിലും ജീവി ദാഹിക്കുമ്പോൾ ഉപ്പിട്ട് കുടിക്കുമോ? കപ്പൽ അപകടത്തിൽപ്പെട്ടാൽ കടൽ വെള്ളം കുടിച്ചു പോകാതിരിക്കാൻ യാത്രക്കാരെ ഉപദേശിക്കാറുണ്ട്. രക്ഷാപ്രവർത്തനം നടക്കുമ്പോഴും ശരീരത്തിലെ ജലാംശം നീർന്നു പോകാതിരിക്കാൻ വേണ്ടിയാണ് കടൽ വെള്ളം വഴി അകത്ത് കയറി ഉപ്പ് നീക്കം ചെയ്യപ്പെടുന്നതിന് വേണ്ടി ശരീരത്തിലെ ജലാംശം ഉപയോഗപ്പെടുത്തുമ്പോൾ ആളുകൾ വേഗത്തിൽ നീർജലീകരണം മൂലം മൃത്യു വരിച്ചേക്കാം. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും എന്ന ചൊല്ല് ഓർക്കുക. ചുണ്ടുകൾ ഉണങ്ങി വരളുക, ചർമ്മം ചുളിയുക, ദാഹം തോന്നിക്കാണ്ടിരിക്കുക, മുടി കൊഴിയുക, രക്തസമ്മർദ്ദത്തിൽ വ്യതിയാനം അനുഭവപ്പെടുക. താഴ്ന്ന രക്തസമ്മർദ്ദമുള്ളപ്പോൾ അല്പം ഉപ്പ് കഴിച്ചാൽ രക്തസമ്മർദ്ദം ഉയരും. കാരണം ഉപ്പിനെ പുറന്തള്ളാൻ വേണ്ടി ശരീരധമനികൾ ശക്തിയിൽ മർദ്ദം ഉപയോഗിച്ചതാണ്. തൽക്കാലം ആശ്വാസമായെങ്കിലും ശരീരം പിന്നീട് തളർന്നു പോകും. അസ്വസ്ഥത, ശരീരമാകെ വേദന എന്നിവ ഉപ്പിൻ്റെ ആധിക്യം മൂലം അനുഭവപ്പെടുന്നു. കഴിക്കുന്ന ഉപ്പ് മൂത്രത്തിൽ കൂടി നീക്കം ചെയ്യപ്പെടാതെ ബാക്കി വന്നാൽ അതിൻ്റെ അംശങ്ങൾ അടിഞ്ഞുകൂടി കിഡ്നിയിലും മൂത്രസഞ്ചിയിലും പരലുകളായി കിടക്കുന്നു. അതാണ് മൂത്രത്തിലെ കല്ല്. ഉപ്പിൻ്റെ ദോഷം എത്രത്തോളം ഉണ്ടെങ്കിൽ ഉപ്പിലിട്ടതിൻ്റെ സ്ഥിതി ആവും മറിച്ചാവില്ല എന്ന് നാം അറിയണം. അതിനാൽ ഉപ്പിലിട്ട യാതൊന്നും കഴിക്കാതിരിക്കുക. ഉപ്പിലിട്ട വസ്തുക്കൾ ദഹിപ്പിക്കാൻ ആമാശയത്തിന് പ്രയാസമാണ്. ഐഡസ് ഉപ്പ് ഉപയോഗിക്കണമെന്ന് കുത്തക വ്യാപാരികളുടെ തട്ടിപ്പാണ്. ഭരണാധികാരികളും ആരോഗ്യ വകുപ്പും അതിന് കൂട്ടുനിൽക്കുന്നു. അയഡിൻ ചേർത്ത ഉപ്പ് തീരെ ഉപയോഗിക്കാൻ പാടില്ല. അയഡിൻ സസ്യാഹാരത്തിലൂടെ കിട്ടേണ്ടതാണ്.
രാസവസ്തുവായി ഉപയോഗിക്കുന്നത് അപകടമാണ്. അസംഖ്യം രോഗങ്ങൾ അതുവഴി ഉണ്ടാകുമെന്ന് വൈദ്യശാസ്ത്ര ഗ്രന്ഥങ്ങൾ പറയുന്നു. സന്താനോത്പാദന ശേഷി നഷ്ടപ്പെടുക എന്നതാണ് ഏറ്റവും ഗൗരവമേറിയ അപകടം. അയോഡിൻ സ്ഥിരമായി ശരീരത്തിൽ പ്രവേശിച്ച അസംഖ്യം രോഗമുണ്ടാകുമെന്ന് ആധികാരിക ഗ്രന്ഥങ്ങൾ പറയുന്നു. മാർട്ടിൻ ഡെ ദി കംപ്ലീറ്റ് ഡ്രഗ് റെഫറൻസ് പബ്ലിഷ്ഡ് ബൈ ദ റോയൽ ഫാർമസ്യൂട്ടിക്കൽ സൊസൈറ്റി ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ എന്ന പുസ്തകമാണ് രാസവസ്തുക്കൾ ശരീരത്തിൽ പ്രവേശിച്ചാലുള്ള അപകടങ്ങളെ സംബന്ധിച്ച ആധികാരിക ഗ്രന്ഥം. ഇതിൻ്റെ 1522 1523 പേജുകളിൽ അയോഡിൻ ഉപയോഗം മൂലമാണ് ഗോയിറ്റർ, തൈറോയിഡ്, രക്തസമ്മർദ്ദം, മനോരോഗം, സന്താനോത്പാദന ശേഷിക്കുറവ് തുടങ്ങി 20ഓളം രോഗങ്ങൾ പ്രത്യക്ഷപ്പെടുന്നതെന്ന് അക്കമിട്ട് പറയുന്നുണ്ട്. ഇത്രയും മാരകമായ അയോഡിൻ ആളുകളെ തീറ്റിക്കുന്നവർ മനുഷ്യൻ്റെ ആരോഗ്യം കൊണ്ട് ബിസിനസ് ചെയ്യുകയാണ്. അപ്പോൾ ഈ അറിവ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ ഷെയർ ചെയ്യുക. നല്ല വീഡിയോ ആണെങ്കിൽ കമൻറ്റ് ചെയ്യുക. വരുന്ന ദിവസങ്ങളിൽ വീഡിയോകൾ കാണാൻ സമയമുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.